മലബാറിൽ ജനജീവിതം ദുസ്സഹമാക്കി ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക്. വിവിധയിടങ്ങളിൽ KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞു. മലപ്പുറം മഞ്ചേരിയിൽ പോലീസുകാരെ ആക്രമിച്ചു. ആശുപത്രികളിലേക്ക് പോകേണ്ട രോഗികളടക്കം വാഹനം ലഭിക്കാതെ ബുദ്ധിമുട്ടി. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സർക്കാർ സ്പോൺസേർഡ് ഗുണ്ടായിസമാണ് ഇന്ന് മുഴുനീളെ അരങ്ങേറിയത്. ഈ LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ രാവിലെ തന്നെ ഒരു തിട്ടൂരം ഇറക്കിയിരുന്നു. അതായത് എന്തിനിവർ കട തുറക്കുന്നു, കട അടച്ചിടണം എന്നൊരു തിട്ടൂരം അദ്ദേഹം തന്നെ ഇറക്കിയിരുന്നു. അതിന്റെ ചുവട് പിടിച്ചായിരുന്നു ഇന്ന് നഗരം മുഴുവൻ സമരാനുകൂലികളും CITU അംഗങ്ങളും ഒക്കെ തന്നെ ഭീഷണി മുഴക്കുകയും ബലം പ്രയോഗിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് ഈ വടക്കൻ കേരളത്തിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നീലേശ്വരത്ത് ബസ് സ്റ്റാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറുമായി ഈ സമരാനുകൂലികൾ വാക്കേറ്റവും ആ ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൽ ഒരു സ്കൂൾ അധ്യാപകന് മർദ്ദനമേൽക്കുന്നുണ്ട്. സ്കൂളിൽ എത്തിയതിന്റെ പേരിലായിരുന്നു ആ മർദ്ദനം. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിൽ മർദ്ദനവും ഭീഷണിയും അഴിച്ചുവിടുന്ന സമീപനമാണ് സമരാനുകൂലികളായിട്ടുള്ള CITU അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അതിൽ സമരാനുകൂലികളായിട്ടുള്ളവർ സംഘടിതമായി അക്രമം അഴിച്ചുവിട്ട സ്ഥലം അത് മുക്കത്തായിരുന്നു. മുക്കത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കം നടത്തിക്കൊണ്ട് ഈ സമരാനുകൂലികളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ മുക്കത്ത് ഉണ്ടായിരുന്നു എന്നതാണ്. ആ ഭാഗത്തുകൂടെ പോകുന്ന വഴിയാത്രക്കാരെ പോലും ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ മുക്കം ടൗണിൽ തുറന്നു പ്രവർത്തിച്ചിരുന്ന ഒരു മീൻകട ഉണ്ടായിരുന്നു. ആ മീൻകടയിലേക്ക് CITU സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള വിശ്വനാഥൻ അടക്കമുള്ളവർ ആ പ്രദേശത്തേക്ക് കയറി ചെല്ലുകയും ഈ മീനിന് മുകളിലേക്ക് തങ്ങൾ മണ്ണെണ്ണ ഒഴിക്കുമെന്നുള്ളൊരു ഭീഷണി പോലും മുഴക്കുകയും നിർബന്ധിച്ച് ആ കട അടപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു രീതിയിൽ പോലും ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ നിരത്തുകളിൽ ആളുകൾ ഇറങ്ങാതിരുന്നതല്ല, ആളുകൾക്ക് ഭയം കൊണ്ട്, അതായത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്നവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് പലരും കടകൾ ഇന്ന് അടച്ചിട്ടത്. ആളുകൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങാതിരുന്നത്, ബസ് ഓടാതിരുന്നത് ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ അതെല്ലാം വകവെക്കാതെ ഇറങ്ങിയവർക്ക് നേരിൽ കൃത്യമായ അക്രമം അഴിച്ചുവിടുന്ന സമീപനമാണ് ഈ CITU അടക്കമുള്ള സമര അനുകൂല സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നീലേശ്വരം നഗരസഭയ്ക്കുള്ളിൽ എത്തിയ 6ഓളം ജീവനക്കാരുണ്ടായിരുന്നു. ഈ ജീവനക്കാരെ അവിടെ സമരാനുകൂലികൾ പൂട്ടിയിടുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ആ ഭാഗത്തേക്ക് പോലീസ് എത്തിയതിനു ശേഷമാണ് ഇവരെ അവിടെ നിന്ന് തുറന്നുവിടുന്നത്. ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ എത്തിയവർക്ക് നേരെ ഈ രീതിയിലുള്ള ഒരു അതിക്രമം അഴിച്ചുവിടുന്ന, സത്യത്തിൽ കേരളത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു ഇന്ന് കേരളത്തിന്റെ തെരുവോരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ സമരത്തിന്റെയൊക്കെ ഒരു ചൂട് ഇറങ്ങിയതോടുകൂടി നിരത്തുകളിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങുന്നുണ്ട്. ചില സ്ഥാപനങ്ങളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ഒരേ ഒരു കട, ആ ഒരേ ഒരു കച്ചവട സ്ഥാപനം മാത്രമാണ് തുറന്നിരുന്നത്. ഒരു ഹോട്ടലാണ് തുറന്നിരുന്നത്. അതുപോലും സമരാനുകൂലികളെത്തി ആ ഹോട്ടൽ നിർബന്ധപൂർവം അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആളുകളുടെ, ഏറ്റവും സാധാരണക്കാരനായ ആളുകളുടെ അന്നം മുടക്കി അവർക്ക് എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്ന് സമരം നടത്തിയിരുന്നത് എന്നതാണ് വാസ്തവം. എന്തായാലും ഈ സമരാനുകൂലികൾ കോഴിക്കോട്ട് നഗരത്തിലടക്കം ഉയർത്തിയ മുദ്രാവാക്യം പണിയെടുക്കാനുള്ള അവകാശം അത് മൗലികാവകാശമാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് CITU അടക്കമുള്ള ആളുകൾ ഈ കോഴിക്കോട് തെരുവോരത്ത് പ്രകടനം നടത്തിയിരുന്നത്. പക്ഷേ ആ മുദ്രാവാക്യം വിളിക്കുകയും സാധാരണക്കാരന്റെ, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലെടുക്കാനുള്ള അവരുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് തെരുവോരങ്ങളിൽ സമരം നടന്നത്.